സെല്ലിലെ കമ്പികൾ മുറിച്ചു. അത് എങ്ങനെയെന്ന് അന്വേഷിക്കുന്നു. പുറത്തേക്ക് 1:30 ഇറങ്ങി. കനത്ത മഴയായിരുന്നു. വലിയ മതിൽ ചാടിക്കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ മുകളിലുണ്ടായിരുന്ന കമ്പികളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അത് പണിമുടക്കിയിരിക്കുകയായിരുന്നു. എങ്ങനെ പണിമുടക്കിയെന്നതിലൊക്കെ ഇനി ഉത്തരം ഉണ്ടാകേണ്ടതുണ്ട്. ആർ അനന്തകൃഷ്ണൻ. രതീഷ്, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഇയാൾ കൃത്യമായ ആസൂത്രണത്തോടെ ജയിൽ ചാടിയത് എന്നുള്ളതാണ്. നമ്മൾക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷം പ്രാഥമികമായി അവർ നടത്തിയ വിലയിരുത്തലിൻ്റെ വിവരങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത്. അത് ഒരിക്കൽ കൂടി പറയാം. ഏതാണ്ട് 1 മാസം നീണ്ട അധ്വാനം ഗോവിന്ദചാമിക്ക് ഈ ജയിൽ ചാട്ടത്തിന് പിന്നിലുണ്ടായിരുന്നു. ഏതാണ്ട് 4 ആഴ്ചയായി അയാൾ ആ സെല്ലിൻ്റെ അഴികൾ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസം ഓരോ മില്ലിമീറ്റർ വെച്ചൊക്കെ മുറിച്ച് അങ്ങനെ ഇന്നലെ രാത്രിയോടെ പൂർണ്ണമായും അഴി മുറിച്ചു മാറ്റി. അതിൽ 2 വെർട്ടിക്കലായിട്ടുള്ള അഴികളും ഒരു ക്രോസ് പട്ടയുമാണ് പൂർണ്ണമായും മുറിച്ചു മാറ്റിയത്. അതിനിടയിലൂടെ ഇറങ്ങാൻ തക്ക രീതിയിൽ അയാളുടെ ശരീരം അത്രയും മെലിഞ്ഞിട്ടാണ്. നേരത്തെ തന്നെ അയാളുടെ ശരീരം മെലിഞ്ഞ പ്രകൃതമായിരുന്നു. സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ അയാൾ അയയിൽ ഉണക്കാനിട്ടിരുന്ന തുണികൾ ഉപയോഗിച്ചാണ് പുറത്തേക്ക് മതിൽ ചാടാനുള്ള അത് കൂട്ടിക്കെട്ടി കയർ പോലെ ആക്കിയത്. അതിനുശേഷം ഈ റിമാൻഡ് തടവുകാർക്ക് ജയിൽ യൂണിഫോം ഇല്ല. റിമാൻഡ് തടവുകാരും വിചാരണ തടവുകാരും ഒക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് അയാളുടെ ജയിൽ യൂണിഫോം മാറ്റിയ ശേഷം ധരിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ ജയിലധികൃതർ വിലയിരുത്തുന്നത്. അതിനുശേഷം ഇയാൾ 1 മണിക്ക് ശേഷം എപ്പോഴോ ആണ് സെല്ലിന് പുറത്തിറങ്ങിയത്. 4:15 വരെ ജയിലിൻ്റെ മതിലിന് സമീപം ഉണ്ടായിരുന്നു. അവിടെ മതിലിൽ പതുങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങൾക്കിടയിൽ പതുങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. 135 ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജയിലധികൃതർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ജയിൽ ചാട്ടം എങ്ങനെയായിരുന്നു, ഏത് എക്സാക്ട് ടൈം എപ്പോഴാണ് എന്നറിയാൻ വേണ്ടി. ഏതായാലും ആദ്യ അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് 3 ഉദ്യോഗസ്ഥർ ഈ റോന്ത് നടത്താനുണ്ടായിരുന്നു ഈ ജയിലിനുള്ളിൽ. അവർ സാധാരണഗതിയിൽ 2 പേർ ഉറങ്ങുകയും ഒരാൾ നടക്കുകയും റോന്ത് ചുറ്റുകയുമായിരുന്നു. ഇതിൽ 3 ഉദ്യോഗസ്ഥരും ഉറങ്ങിപ്പോയി എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ നോർത്ത് സോൺ ജയിൽ DIG നടത്തിയിരിക്കുന്നത്. അതിനൊപ്പം CCTV നോക്കേണ്ട ഉദ്യോഗസ്ഥനും ഉറങ്ങിപ്പോയി. മാത്രമല്ല, ഏറ്റവും വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് സെല്ലിനുള്ളിൽ പോയി തടവുകാരൻ, പ്രത്യേകിച്ച് അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന തടവുകാരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പരിശോധനയും ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 3-4-5 മണിക്കൂർ ഇയാൾ സെല്ലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തിരിച്ചറിയാൻ വൈകിപ്പോയത്. ഏതായാലും ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ജയിൽ DGP വ്യക്തമാക്കുന്നത്. DGP പറയുന്നതനുസരിച്ച് 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. വിശദമായ അന്വേഷണം നടക്കാൻ പോവുകയാണ്. ഈ കമ്പിവേലി എങ്ങനെ പണിമുടക്കി? ഇപ്പോൾ കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജയിലിനെ കുറിച്ച് അത്ര നല്ല മലയാളത്തിൽ നല്ല ബോധത്തിലല്ലല്ലോ നമ്മൾ എല്ലാ കാലത്തും മനസ്സിലാക്കാറ്. കണ്ണൂർ ജയിലിൽ ചിലതൊക്കെ നടക്കും. അവിടെ രാഷ്ട്രീയ തടവുകാർക്ക് പ്രത്യേകമായ പരിഗണനയുണ്ട്, പ്രത്യേകമായ ഭക്ഷണമുണ്ട്, അവർക്ക് പ്രത്യേകമായി ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ എത്തുന്നുണ്ട്, അവർക്ക് ഫോൺ കിട്ടുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇനി അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അങ്ങനെ ഓരോ ബ്ലോക്കുകളിലായി രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകമായ യൂണിറ്റ് തന്നെ ഉള്ള സംവിധാനമുള്ള ജയിലാണ് എന്ന് പലപ്പോഴും വാർത്തകളിൽ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ജയിലിൻ്റെ തന്നെ ആഭ്യന്തര അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നടപടികൾക്ക് നേരത്തെ ശുപാർശയുണ്ടായിട്ടുണ്ട്. ജയിലിലെ ഫോൺ വിളി ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജയിലിന് മുകളിലെ കമ്പിയിലെ വൈദ്യുതിയൊക്കെ നിലച്ചു പോയി. ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ രക്ഷിച്ചെടുക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇടപെട്ടുവെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വഴങ്ങുന്ന ഉദ്യോഗസ്ഥർ അവിടെ പലരുമുണ്ടല്ലോ. ആരുടെയെങ്കിലും സഹായമുണ്ടോ എന്ന സംശയമുണ്ടോ അനന്തൻ? ഇത്ര നേരം ഇയാൾ ജയിലിൻ്റെ സെല്ലിന് പുറത്തുണ്ടായിട്ട് അവിടെ റോന്ത് ചുറ്റുന്നൊരു വാർഡൻ പോലും അത് കണ്ടുപിടിച്ചില്ല. 140 CCTV ക്യാമറകൾ, 144 എന്ന് തോന്നുന്നു. ജയിൽ മേധാവി തന്നെ പറയുന്നിടത്ത് അത് കാണാതെ പോയി. ഇതൊക്കെ വലിയ വീഴ്ചയല്ലേ? തീർച്ചയായിട്ടും. കാരണം ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക നിഗമനം ജയിൽ ചാട്ടം സംബന്ധിച്ച് വിവരണം നൽകുമ്പോഴും ഇതിൽ ഒരുപാട് അസ്വാഭാവികതകളുണ്ട്. കാരണം വലിയ ശ്രദ്ധ നേടിയ, രാജ്യത്തൊട്ടാകെ ശ്രദ്ധ നേടിയ ഒരു കേസിലെ കുറ്റവാളിയാണ് അയാൾ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ്. സുപ്രീം കോടതിയാണ് അയാളുടെ വധശിക്ഷ റദ്ദാക്കി അതിൽ കൊലക്കുറ്റം അയാളിൽ നിന്ന് ഒഴിവാക്കുകയും ബലാത്സംഗത്തിനുള്ള ജീവപര്യന്തം തടവ് മാത്രമായി ചുരുങ്ങുകയും ചെയ്തത്. അങ്ങനെയുള്ള ഗോവിന്ദച്ചാമിയെ പ്രത്യേക സെല്ലിനുള്ളിലാണ് പാർപ്പിച്ചിരുന്നത്. കൂടെ മറ്റൊരു തടവുകാരൻ കൂടി ഉണ്ടായിരുന്നു. ആ തടവുകാരൻ്റെ മൊഴി അനുസരിച്ച് അയാൾ അറിഞ്ഞതേ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ജയിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ പോലും 1 മാസത്തെ ആസൂത്രണം, അല്ലെങ്കിൽ ജയിലഴികൾ മുറിച്ചുകൊണ്ട് അയാൾ 1 മാസത്തോളം മുറിച്ചുകൊണ്ടിരുന്നു എന്ന് വിലയിരുത്തുമ്പോഴും ഇതൊന്നും എന്തുകൊണ്ടാണ് ജയിലധികൃതർ അറിയാതെ പോയത്? ഇത്രയും വലിയൊരു കുറ്റവാളി താമസിക്കുന്ന ജയിലിൻ്റെ ആ സെല്ല് കൃത്യമായി പരിശോധിക്കാൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ജയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു തരത്തിലുള്ള പരിശോധനയും ഗോവിന്ദചാമിയെ കേന്ദ്രീകരിച്ച്
കേന്ദ്രീകരിച്ച് അയാളുടെ സെല്ല് കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഇപ്പോൾ അയാൾ ഒറ്റയ്ക്കാണ് ചാടിയതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തലുകളെല്ലാം വരുന്നത്. പക്ഷേ ഈ ചാട്ടത്തിന് പിന്നിൽ ആരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ജയിലിനുള്ളിൽ തന്നെ ലഭിച്ചിട്ടുണ്ടോ? സഹായം ഇയാൾക്ക് കിട്ടിയോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒറ്റയ്ക്ക് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അതീവ സുരക്ഷയുള്ള ജയിലിൽ സെല്ലിലെ കമ്പിയെല്ലാം മുറിച്ച് പുറത്തേക്ക് ഇറങ്ങി അയാൾ മഴയത്ത് കാത്തുനിന്ന് മരത്തിൻ്റെ മറവിലൊളിച്ച് ഇത്രയും വലിയ മതിലൊക്കെ ചാടിക്കടന്ന്, അതൊന്നും രണ്ടും ആയിരിക്കില്ല. ഈ അതീവ സുരക്ഷാ സെല്ലെന്ന് പറയുമ്പോൾ ആ സെല്ലിൻ്റെ ഭാഗത്തെ വിവരങ്ങളൊക്കെ കുറെ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ജയിലിനുള്ളിൽ എല്ലായിടത്തും നമുക്ക് എപ്പോഴും പ്രവേശനം ഉള്ള സ്ഥലവുമല്ലല്ലോ. അങ്ങനെ അതൊക്കെ ചാടിക്കടന്ന് പുറത്തേക്ക് വന്നെങ്കിൽ ആരുടെയെങ്കിലും സഹായമില്ലേ എന്ന ചോദ്യമുണ്ട്. സഹായമില്ലാതെ ഒറ്റയ്ക്ക് ചാടി എന്ന നിഗമനത്തിലേക്കായിരിക്കുമോ ഈ അന്വേഷണം ചുരുങ്ങിപ്പോവുക എന്ന സംശയമുണ്ട്. ഇയാൾ എങ്ങനെയാണ് ഈ താടിയും മുടിയും വളർത്തി ശബരിമല തീർത്ഥാടകരെ പോലെ നടന്നുപോയത്? നേരത്തെ കമന്റ് ബോക്സിൽ ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് സാധാരണ നിലയിൽ പരാമർശിക്കണം എന്ന് തോന്നാറില്ലേ കമന്റിൽ വരുന്നത്? വർഗീയത തുളുമ്പുന്നതും അസഭ്യം തുളുമ്പുന്നതുമായ കമന്റുകൾ പരാമർശിക്കണം തോന്നാറില്ല. പക്ഷേ വർഗീയ സ്വഭാവത്തിലിട്ട കമന്റിൽ ശബരിമല തീർത്ഥാടകൻ എന്ന് അഭിലാഷ് ആക്ഷേപിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജയിൽ DGP തന്നെ പറയുന്നുണ്ട് എങ്ങനെ ഇയാളുടെ രൂപം ഇങ്ങനെയായി എന്ന് പരിശോധിക്കും. മാത്രമല്ല ശബരിമല തീർത്ഥാടകനെ എന്ന് പറയാനുള്ള കാരണം കറുത്ത വസ്ത്രമിട്ട് തലയിലൊരു കെട്ട് വെച്ച് ഈ മുറിഞ്ഞു പോയ കൈ അതിനിടയിൽ തിരികെ നമ്മൾ സാധാരണ ഇരുമുടി പിടിക്കുന്നത് പോലെ കണ്ണൂരിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു എന്ന് നേരത്തെ ഒരാൾ മാതൃഭൂമി ന്യൂസിലൂടെ വ്യക്തമാക്കി. അതൊരു ശബരിമലയ്ക്ക് പോകുന്ന ആളിനെ പോലെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അക്കാര്യം ഉപയോഗിച്ചത്. ആ നിലയിൽ തന്നെയായിരുന്നു ശബരിമല തീർത്ഥാടകൻ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അയാൾ ഉണ്ടായിരുന്നത് എന്നാണ് പിടിച്ച നാട്ടുകാർ പറയുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്കത് കാണാം. നേരത്തെ CCTV ദൃശ്യങ്ങളിലും അത് വ്യക്തമായതാണ്.